Consumerism is not about making for the need. It is all about selling for the greed. ജീവിതത്തിൽ അധ്വാനത്തെ അറിഞ്ഞവൻ വച്ചുണ്ടാക്കും, അറിയാത്തവൻ ഉപയോഗിക്കും, ഇടനിലക്കാരൻ ലാഭമുണ്ടാക്കും. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിനും സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഉപഭോഗ സംസ്കാരം അഥവാ കൺസ്യൂമറിസം എന്നതിനെ കുറിച്ച് നമ്മൾ കുറച്ചു നാളുകളായി സംസാരിക്കുന്നുണ്ട്. ഉപഭോഗ സംസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പിടിമുറുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ബോധ്യപ്പെടാറില്ല എന്നുള്ളതാണ് അതിലെ ഒരു രസകരമായിട്ടുള്ള കാര്യം. നമ്മുടെ അടുത്ത തലമുറയെ പഠിക്കാൻ വിടുന്നു, അവരെ ബോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവരെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താനായിട്ട് പല കാര്യങ്ങളിലൂടെ കടത്തിവിടുന്നു, അവരെ ഉയർന്ന സ്കൂളുകളിൽ, ഉയർന്ന സമ്പ്രദായങ്ങളിലൊക്കെ ചേർത്ത് വിടുന്നുണ്ട്. അതിൽ നമ്മൾ അവരെ അറിയിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെയാണ്. ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യത്തിനും അതിന്റെ നിർമ്മിതിക്ക് ഉണ്ടാകേണ്ടുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മൾ അവരെ അറിയിക്കാറില്ല. ഒരു തക്കാളി ഉണ്ടാകണമെങ്കിൽ മണ്ണിൽ എത്ര നേരം പണിയെടുക്കണം, എത്ര കാലം കാത്തിരിക്കണം, എന്തെല്ലാം ചെയ്താലാണ് അത് വിളയുക എന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ തക്കാളി എവിടെ നിന്ന് കിട്ടുന്ന വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നു പറയുന്ന ഒരു കാലമാണിത്. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ജീവിതത്തിന്റെ ശരിയായ രൂപത്തെ അറിയിക്കാൻ കഴിയുക? നമ്മുടെ ജീവിതത്തിൽ ഇടപെടിക്കണം. ആ ഇടപെടിക്കൽ ഉണ്ടാകുന്ന സമയത്ത്, ഇടപെടൽ ഉണ്ടാകുന്ന സമയത്താണ് അവന് മനസ്സിലാവുക അധ്വാനം എന്നുള്ളൊരു കാര്യമുണ്ടെന്നുള്ളത്. നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും ജീവിതത്തെ കഷ്ടപ്പാടുകളോടുകൂടി കണ്ടവരാണ്. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ കണ്ടവര്, അധ്വാനത്തിൽ ലൂടെ കടന്നു വന്നവര്, അധ്വാനം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞവര്, അധ്വാനം എന്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കുമെന്ന് അറിഞ്ഞവര്, സ്വാഭാവികമായിട്ടും അവർക്ക് നിർമ്മിക്കാൻ കഴിയും. ഈ നിർമ്മാണം എന്നുള്ളത് മുഴുവൻ അധ്വാനമുള്ള പണിയാണ്. അപ്പൊ നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത് അധ്വാനിച്ചവന്റെ മാത്രം ഔട്ട്പുട്ടാണ്. ഈ നിർമ്മിച്ചവൻ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഏതൊരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാലും, അതിപ്പോ ഒരു തക്കാളി ആയിക്കോട്ടെ, അതല്ല ഒരു കെട്ടിടമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഉപകരണമായിക്കോട്ടെ, എന്തുണ്ടാക്കിയാലും നിർമ്മിച്ചവൻ അത് ഉണ്ടാക്കുന്ന സമയത്ത് സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിക്കുക. അതിന് കേടുപാടില്ലാതെ, അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടില്ലാതെ. കാരണം നിർമ്മാണത്തിന്റെ ബുദ്ധിമുട്ട് അവനറിയാം, അധ്വാനത്തിന്റെ ബുദ്ധിമുട്ട് അറിയാം. അധ്വാനിച്ചവന് നിർമ്മിതി എന്നുള്ള പ്രക്രിയയെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അതിന് ശ്രദ്ധയുണ്ടാവും. അപ്പൊ ആ ശ്രദ്ധയോടുകൂടിയാണ് അവരത് ഉണ്ടാക്കുക. ഈ അധ്വാനത്തെ, ജീവിതത്തിന്റെ അധ്വാനം എന്നുള്ള ഒരു പ്രക്രിയയെ, ജീവിതത്തിലെ ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരു കാര്യത്തെ നമുക്ക് അറിയാതിരുന്നു കഴിഞ്ഞാൽ, അറിയാത്തവൻ എന്താണ് ചെയ്യുക? അതിനെ ഉപയോഗിക്കും. ആ ഉപയോഗിക്കാൻ പഠിച്ചവരാണ് കൺസ്യൂമറിസത്തിൽ എന്ന് പറയുക. ഉപയോഗിക്കാൻ മാത്രം പഠിച്ചവര്. ഒരു ഉൽപാദനം എന്നുള്ളത്, ഉൽപാദനം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഉൽപാദനമല്ല. ഉൽപാദനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ഒരു കാര്യത്തെ ഉരുവാക്കുക എന്നുള്ളത് എത്രത്തോളം ടീഡിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, അതിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതിൽ എത്രത്തോളം ഘട്ടങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരാളെ സംബന്ധിച്ചോളം അവന് ഉപയോഗിച്ച് കളയുക എന്നുള്ളതാണ്. അവനെ സംബന്ധിച്ചോളം അവന്റെ യൂട്ടിലിറ്റി മാത്രമാണ് കാര്യം. ആ ഇൻസ്ട്രുമെന്റൽ വാല്യൂ ആണ് അവന് പ്രകൃതിക്ക് കൊടുക്കുകയും ചെയ്യുക. ആ ഇൻസ്ട്രുമെന്റൽ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് അവൻ അതിന്റെ യൂട്ടിലിറ്റി കണ്ട് അവനത് കൺസ്യൂം ചെയ്യുന്നു. കൺസ്യൂം ചെയ്തതിനു ശേഷമുള്ള വേസ്റ്റ് അവനെടുത്ത് ദൂരെ കളയുന്നു. കൺസ്യൂം ചെയ്തതിന്റെ ബാക്കി എന്ന് പറയുന്നത് അവന് വേസ്റ്റ് ആണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഭാഗമല്ല, അത് കളയുന്നത് പിന്നെ പ്രോസസ് ചെയ്യുക എന്നുള്ളത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോ കൺസ്യൂമറിസം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഉപഭോക്താവിന്റെ, ഉൽപാദകന്റെയോ ഉപഭോക്താവിന്റെയോ പണി.
ഇതിങ്ങനെ നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷെ അവരത് ഇൻവെന്റ് ചെയ്യുന്നില്ല, അവരത് അറിയുന്നേ ഇല്ല. ഉൽപാദകൻ ഉണ്ടാക്കുന്നു, ഉപഭോക്താവ് ഉപയോഗിക്കുന്നു. പക്ഷെ ഇത് നടത്തിക്കൊണ്ടുവന്ന് ഇവരാണെന്നുള്ളത് ഇവരറിയുന്നില്ല. സത്യത്തിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇതിന്റെ ഇടയിൽ ഇത് രണ്ടുമല്ലാതെ ഇതിനെ കടത്തിവിടാൻ പ്രേരിപ്പിക്കുന്ന, കടത്തിവിടാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ഇടനിലക്കാരനാണ്. അവരാണ് ഇതിന് ലാഭം ഉണ്ടാക്കുന്നത്. ശരിക്കും അധ്വാനിക്കുന്നവന് ഇതിന്റെ യഥാർത്ഥ ബെനിഫിറ്റ് കിട്ടില്ല, ഉപഭോക്താവിനും ശരിയായ ബെനിഫിറ്റ് കിട്ടില്ല. അവന് തോന്നും, ഉപഭോക്താവിന് തോന്നും, കൺസ്യൂമർക്ക് തോന്നും അവൻ അതിന്റെ ബെനിഫിഷ്യറി ആണെന്ന്. അവനത് കിട്ടില്ല. ഇതിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇതിന്റെ ഇടനിലക്കാരാണ്, ഇതിന്റെ ഇടയിലുള്ള ബ്രോക്കർ, അല്ലെങ്കിൽ ഇതിന്റെ കമ്മീഷൻ പറ്റുന്നവരാണ്, ഇതിന്റെ മാർജിൻ പറ്റുന്നവരാണ് അതിന് ലാഭം ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ഈ കൺസ്യൂമറിസം എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മേക്കിംഗ് ഫോർ ദ നീഡ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളതല്ല കൺസ്യൂമറിസം. നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ അതിനെ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കൺസ്യൂമറിസം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനല്ല, ഉൽപാദനമോ ഉപഭോഗമോ അല്ല അവിടുത്തെ വിഷയം. ഉൽപാദനവും ഉപഭോഗവും അതിന് രണ്ട് ടൂളുകളാകുന്നതേ ഉള്ളൂ. അതല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം ഇറ്റ്സ് ഓൾ അബൌട്ട് സെല്ലിംഗ് ഫോർ ദ ഗ്രീഡ്. ഇത് ഇടനിലക്കാരന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്താണോ വേണ്ടത് അത് വിറ്റൊഴിവാക്കുക, വിൽപ്പന എന്നുള്ള പ്രോസസ്സിലേക്ക് എത്തിക്കുക എന്നതാണ് കാര്യം. അപ്പൊ കൺസ്യൂമറിസം ഏത് കാലത്തും ശ്രദ്ധിക്കുന്നത് ആ വിൽപ്പനയിലാണ്. ഉപഭോക്താവാണെങ്കിലോ അവൻ അതിനെക്കുറിച്ച് അറിയുന്നേ ഇല്ല. കാരണം അവൻ അധ്വാനത്തിന്റെ വില അറിയില്ല, അധ്വാനം എന്താണെന്ന് അറിയില്ല, നിർമ്മിതി എന്താണെന്ന് അറിയില്ല, ഇതിന്റെ വിപണനം എന്താണെന്ന് അറിയില്ല. ഇതെങ്ങനെയാണ് ഇത് പ്രകൃതിയിൽ നിന്നും ഒഴിവായി ഇത് ഉപഭോഗം ചെയ്ത് അവസാനം പ്രകൃതിയിലേക്ക് തന്നെ പോകുന്ന ഒരു ചാക്രികത എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് അറിയില്ല. ഉൽപ്പാദിപ്പിക്കുന്നവനും ഇന്ന് അത് അറിയാതെ പോകുന്നു. കാരണം ഇന്ന് അവൻ ഉൽപ്പാദിപ്പിക്കുന്നത് നാണ്യവിളകളുടെ രൂപത്തിലാണ്, പണമുണ്ടാക്കാൻ വേണ്ടിയാണ്. മണ്ണിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സൃഷ്ടി ഉണ്ടാക്കുന്നതും പണത്തിന് വേണ്ടിയാകുമ്പോൾ, സൃഷ്ടിക്ക് വേണ്ടിയല്ല, അവന്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയല്ല, അവനത് പണത്തിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് അവിടെ ധാർമ്മികത എന്നൊരു വിഷയമല്ല. എന്ത് വേണമെങ്കിലും എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം, എത്ര വേണമെങ്കിലും കളയാം എന്നുള്ളൊരു അവസ്ഥയിലാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോ ഇപ്പോഴത്തെ ആ കൺസ്യൂമറിസത്തിന്റെ ആ വ്യവസ്ഥ മൊത്തത്തിൽ നമ്മളെ മാറ്റിക്കഴിഞ്ഞു. കാരണം ഈ മനുഷ്യൻ, ഇടനിലക്കാരൻ്റെതായിട്ടുള്ള ഗ്രീഡ്, ഉൽപാദകനും ഉപഭോക്താവും രണ്ടുപേരും ഈ കൺസ്യൂമറിസത്തെ നടത്തിക്കൊണ്ടുപോകുന്ന ഗ്രീഡിന്റെ പാർട്ടായി മാറിയിരിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നവനും അറിയുന്നില്ല, ഉപഭോക്താവും അറിയുന്നില്ല അവൻ ഗ്രീഡിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന്. ആ രൂപത്തിൽ എലിവേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ മാർക്കറ്റിങ്ങിനെ, അല്ലെങ്കിൽ ഇതിന്റെ സെല്ലിങ്ങിനെ, ഇതിനെ കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ അവൻ ഡെവലപ്പ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പോ ജീവിതത്തിൽ അധ്വാനത്തെ അറിഞ്ഞവൻ വെച്ചുണ്ടാക്കുകയാണ് ചെയ്യുക, അറിയാത്തവൻ ഉപയോഗിക്കും, ഇടനിലക്കാരൻ ലാഭമുണ്ടാക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളെ അധ്വാനത്തിന്റെ വില അറിയിക്കുക, അവരെ അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുക എന്നതാണ്. അത്തരം ബോധ്യങ്ങളിലേക്ക് നിങ്ങൾ ഏവർക്കും ചെല്ലുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേദിയൊരുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.